ഹണി റോസിന് പിന്നാലെ ഇതാ മാലാ പാർവതി കൂടി സൈബർ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട പരാതിയുമായി രംഗത്തെത്തുകയാണ്. ഇതിൻ്റെ വിശദാംശങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. അമൽ, എന്തൊക്കെയാണ് മാലാ പാർവതി നേരിട്ട സൈബർ ആക്രമണങ്ങൾ? അത് മാത്രമല്ല, എന്തൊക്കെയാണ് പരാതിയും അതിൻ്റെ നടപടികളും? അജിംഷാദ്, കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ ചലച്ചിത്ര മേഖലയിൽ നിന്ന് ഇത്തരത്തിൽ ഹണി റോസിന്റെ ഒരു പരാതി വന്നിട്ടുണ്ടായിരുന്നത്. താൻ സൈബർ ആക്രമണത്തിന് ഇരയായെന്ന്. അതിനുശേഷമാണ് ഈ മാലാ പാർവതി ഇത്തരത്തിൽ മറ്റൊരു ആരോപണം അല്ലെങ്കിൽ ഒരു പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. തനിക്ക് നേരെയും ഇത്തരത്തിൽ സൈബർ ആക്രമണം ഉണ്ടായെന്നാണ് മാലാ പാർവതി പരാതി നൽകിയിട്ടുള്ളത്. തന്റെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് യൂട്യൂബിൽ പ്രചരിപ്പിച്ചു എന്നാണ് മാലാ പാർവതിയുടെ പരാതി ഫിലിമി ന്യൂസ് ആൻഡ് ഗോസിപ്പ് എന്ന യൂട്യൂബ് ചാനലിനെതിരെയാണ്. ഈ യൂട്യൂബ് ചാനലാണ് ഇത്തരത്തിൽ തന്റെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ യൂട്യൂബിലൂടെ പ്രചരിപ്പിച്ചത് എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. തിരുവനന്തപുരം സൈബർ ഓഫീസിലാണ് ഇത്തരത്തിൽ ഈ ഒരു പരാതി നൽകിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ചലച്ചിത്ര താരം നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഹണി റോസിന്റെ ഇത്തരത്തിൽ ഹണി റോസ് പരാതിയുമായി മുന്നോട്ട് വന്ന് തനിക്കും തന്നെ പോലുള്ള ചലച്ചിത്ര മേഖലയിലെ പലർക്കും വലിയ ഊർജ്ജമായിട്ടുണ്ട് എന്നും മാലാ പാർവതി വ്യക്തമാക്കിയിട്ടുണ്ട്. അജിംഷ, അത് തന്നെ ഈ യൂട്യൂബിൽ മീൻസ് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ ചിത്രങ്ങളൊക്കെ മോർഫ് ചെയ്ത് തെറ്റായ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുക, അസഭ്യങ്ങൾ പറയുക, ഇത് ഒരൊറ്റ ചാനലിനെതിരെയാണോ മാലാ പാർവതിയുടെ പരാതി, അതോ നിരവധി പേരുണ്ടോ അതുമായി ബന്ധപ്പെട്ട് പരാതിയിൽ? അജിംഷ, നിലവിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഒരു യൂട്യൂബ് ചാനലിന്റെ ഈ ഒരു പേര് മാത്രമാണ്. അതായത് ഫിലിമി ന്യൂസ് ആൻഡ് ഗോസിപ്പ് എന്ന യൂട്യൂബ് ചാനലിന്റെ പേരാണ് നിലവിൽ മാലാ പാർവതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ നൽകാമെന്നും മാലാ പാർവതി ഉറപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ ഈ ഒരു ചാനലിനെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. അജിംഷ, ശരി. അമൽനാഥ് പാടിച്ചാലാണ് വിവരങ്ങൾ നൽകിയത്. ഹണി റോസിന് പിന്നാലെ ഇതാ മാലാ പാർവതിയും സൈബർ ആക്രമണം നേരിട്ടു. മാലാ പാർവതിയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തും. മാലാ പാർവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ഒരു പ്രത്യേക യൂട്യൂബ് ചാനലിനെതിരെയാണ് പരാതിയുമായി മാലാ പാർവതി രംഗത്തെത്തിയത്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് അമൽനാഥ് നൽകിയത്.